ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ യാൺ ടു മാസ്റ്റർ പീസ്. ഇന്ന് ഞാൻ നമ്മുടെ മാസ്റ്റർ പീസായിട്ടായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു സോഫ്റ്റ് പ്ലഷ് ഡോഗാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഗംഗ വെൽവെറ്റി യാണാണ്. ക്രോഷ്യ ഹുക്ക് സൈസ് 5 മില്ലിമീറ്റർ. ഇതിൻ്റെ സൈസ് വന്നിട്ട് സിറ്റിംഗ് പൊസിഷനിൽ 8 ഇഞ്ച് ഉണ്ട്, സ്റ്റാൻഡിങ് പൊസിഷനിൽ അറൗണ്ട് 10 ഇഞ്ച്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. നമുക്ക് നമ്മുടെ വർക്ക് ബോഡി പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു മാജിക് സർക്കിൾ ഇടാം. Chain 1, 6 single crochet 1, single crochet 2, single crochet 3, single crochet 4, single crochet 5, single crochet 6. റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നില്ല, നേരെ ഇതിൻ്റെ മുകളിലോട്ട് ഓരോ സ്റ്റിച്ചസിലും 2 single crochet 1, single crochet 2, നെക്സ്റ്റ് വണ്ണിലും single crochet 1, single crochet 2. അങ്ങനെ ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യാം. ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ ഈ ഒരു റൗണ്ടിൽ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വൺ ഇൻക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യാം. 1 സിംഗിൾ ക്രോഷ്യ, 1 ഇൻക്രീസ്. ഈ ഒരു റൗണ്ട് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് 3 ഫിനിഷ് ചെയ്തു. ഇനി റൗണ്ട് 4 സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഇൻക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 5 സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1, 2 ആൻഡ് 3. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 30 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി നമുക്ക് റൗണ്ട് 6 സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3 ആൻഡ് സിംഗിൾ ക്രോഷ്യ 4. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു റൗണ്ട് ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നമുക്കിനി റൗണ്ട് 7 ചെയ്യാം. ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5. നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 42 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഈ നെക്സ്റ്റ് റൗണ്ട് ഇൻക്രീസ് ഇല്ല, ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഈ ഒരു റൗണ്ടിൽ ടോട്ടൽ 42 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഓരോ സിംഗിൾ ക്രോഷ്യേസ് ചെയ്തു പോയാൽ മതി. അങ്ങനെ ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നമുക്ക് റൗണ്ട് 9 ചെയ്യാം. റൗണ്ട് 9 നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്തു പോകണം. ഈ ഒരു റൗണ്ടിൽ നമ്മൾ ലെഗ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് 7 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4, സിംഗിൾ ക്രോഷ്യ 5, 6 ആൻഡ് 7. നെക്സ്റ്റ് വണ്ണിൽ നമ്മൾ നമ്മുടെ ലെഗ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ലെഗ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഡൗൺ പാർട്ടാണ്. ഈ ലെഗിൻ്റെ ഈ ഒരു സൈഡ് പുറത്തോട്ട് വരണം. അപ്പം നമ്മൾ ഇങ്ങനെ വേണം ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. സൈഡ് തെറ്റിപ്പോകരുത് കേട്ടോ.
ഇതിനെ ഇതിലോട്ട് ചേർത്ത് പിടിക്കാം. എന്നിട്ട് നെക്സ്റ്റ് 6 സ്റ്റിച്ചസിൽ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4, 5, and last one single crochet 6. ഇനി നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് 15 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 15 സ്റ്റിച്ച് സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 and 15. ഇനി നമ്മൾ നെക്സ്റ്റ് ലെഗ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഫ്രണ്ടിലോട്ട് വരണം. അപ്പം ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് 6 സ്റ്റിച്ചസിലായിട്ട് നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, ത്രീ, 4, 5, last one 6. ഇനി നമുക്ക് ബാലൻസ് 8 സ്റ്റിച്ചസ് ആണുള്ളത്. ആ 8 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5, 6, 7 and last one 8. അപ്പോൾ നമ്മുടെ ബോത്ത് ലെഗ്സ് ബോഡി ആയിട്ട് അറ്റാച്ച്ഡ് ആയി. ഇനി നെക്സ്റ്റ് റൗണ്ട് 10 and 11 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ഓരോ റൗണ്ടിലും 42 സിംഗിൾ ക്രോഷ്യ. ഇൻക്രീസ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ റൗണ്ട് 10ഉം റൗണ്ട് 11ഉം ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ റൗണ്ട് 10ഉം 11ഉം ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് റൗണ്ട് 12 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 12 ഓൺവേർഡ്സ് ഡിക്രീസ് ആണ്. ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4 ആൻഡ് സിംഗിൾ ക്രോഷ്യ 5. നെക്സ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 13 ചെയ്യാം. ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. 1, 2, 3 ആൻഡ് 4. നെക്സ്റ്റ് വൺ ഡിക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ റൗണ്ട് ടോട്ടൽ 30 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 14 ആൻഡ് 15 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഓരോ റൗണ്ടിലും 30 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. റൗണ്ട് 14 ആൻഡ് 15 ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് 14 ആൻഡ് 15 ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 16 ചെയ്യാം. ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. 1,
2 and 3. നെക്സ്റ്റ് വണ്ണിലൊരു ഡിക്രീസ്, സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. ഈ റൗണ്ട് ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ റൗണ്ട് 16 ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 17 ആൻഡ് 18 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ ഓരോ റൗണ്ടിലും. റൗണ്ട് 17ഉം റൗണ്ട് 18ഉം. ഞാനിപ്പോൾ റൗണ്ട് 17 ആൻഡ് റൗണ്ട് 18 ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 19. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിലൊരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ റൗണ്ട് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ റൗണ്ട് 19 ചെയ്തു. റൗണ്ട് 20 എൻ്റെ ഒപ്പം ചെയ്യണം. ഈ റൗണ്ടിൽ നമ്മൾ ഇതിൻ്റെ ആംസ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് റൗണ്ട് 20 സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2 ആൻഡ് സിംഗിൾ ക്രോഷ്യ 3. നെക്സ്റ്റ് നമ്മുടെ ആംസ് എടുക്കാം. നെക്സ്റ്റ് 4 സ്റ്റിച്ചസിൽ ആംസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, single crochet 3 and last one single crochet 4. ഇനി നമുക്ക് നെക്സ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4 ആൻഡ് സിംഗിൾ ക്രോഷ്യ 5. ഇനി നമുക്ക് അഗെയിൻ നമ്മുടെ നെക്സ്റ്റ് ആം എടുക്കാം. അതിനെ നെക്സ്റ്റ് 4 സ്റ്റിച്ചസിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3 ആൻഡ് സിംഗിൾ ക്രോഷ്യ 4. ഇനി റിമൈനിങ് 3 സ്റ്റിച്ചസ് ആണുള്ളത്. ആ 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. 1, 2 and last one 3. ഇനി നമുക്ക് തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ യാൺ കട്ട് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഫൈബർ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഇയേഴ്സ് മേക്ക് ചെയ്യണം. ഫസ്റ്റ് ഒരു മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1, 6 സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, 3, 4, 5, 6. റൗണ്ട് 2 ചെയ്യാം. റൗണ്ട് 2 ഇൻക്രീസ് ആണ്. ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. സിംഗിൾ ക്രോഷ്യ 1 and 2, 3 and 4. അങ്ങനെ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ റൗണ്ട് 2 ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 3 ചെയ്യാം. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേണിൽ ഈ റൗണ്ട് ഫുൾ ചെയ്യാം. ഈ റൗണ്ട് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ.
നെക്സ്റ്റ് റൗണ്ട് ചെയ്യാം. റൗണ്ട് 4. ഈ റൗണ്ട് ഇൻക്രീസ് ഇല്ല. ഓരോ സ്റ്റിച്ചസിലും നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. അങ്ങനെ ഈ റൗണ്ട് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഫുൾ ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് 4 ഫിനിഷ് ചെയ്തു. റൗണ്ട് 5 അഗെയിൻ ഇൻക്രീസ് ആണ്. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് 1 ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ റൗണ്ട് ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 6, 7, 8 3 റൗണ്ട്സ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. ഓരോ റൗണ്ടിലും 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. റൗണ്ട് 6, റൗണ്ട് 7 ആൻഡ് റൗണ്ട് 8 ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് റൗണ്ട് 8 വരെ ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 9 ഓൺവേർഡ്സ് ഡിക്രീസ് ആണ്. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് 1 ഡിക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ഡിക്രീസ്. ഞാനിപ്പോൾ റൗണ്ട് 9 ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 10 ആൻഡ് 11 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഓരോ റൗണ്ടിലും 18 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. റൗണ്ട് 10 ആൻഡ് റൗണ്ട് 11. ഞാനിപ്പോൾ റൗണ്ട് 10ഉം റൗണ്ട് 11ഉം ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 12 ആണ്. ആ റൗണ്ട് ഡിക്രീസ് ഉണ്ട്. ഫസ്റ്റ് 1 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് 1 ഡിക്രീസ്, സിംഗിൾ ക്രോഷ്യ ടുഗദർ. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് 1 ഡിക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 13 till 17 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. ഓരോ റൗണ്ടിലും 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട്. റൗണ്ട് 13, 14, 15, 16 ആൻഡ് 17 ഇങ്ങനെ ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് 17 വരെ ഫുൾ നമ്മുടെ ഇയേഴ്സ് ചെയ്തെടുത്തു. നമുക്ക് നെക്സ്റ്റ് വണ്ണിലൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഒരു ലെങ്ത്തിൽ നമ്മുടെ യാൺ കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിൽ 1 more ഇയേഴ്സ് ചെയ്തെടുക്കാം. സെയിം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഓഫ് വൈറ്റ് കളറിലാണ് കേട്ടോ. സെയിം പാറ്റേണിൽ ഓഫ് വൈറ്റിൽ 1 more ഇയേഴ്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് 1 ഇതിൻ്റെ ടെയിൽ ചെയ്തെടുക്കണം. ഒരു മാജിക് റിങ് ഇടാം. സിംഗിൾ ക്രോഷ്യ 5, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, സിംഗിൾ ക്രോഷ്യ 4 ആൻഡ് സിംഗിൾ ക്രോഷ്യ 5. ഇനി നെക്സ്റ്റ് ഇതിലോട്ട് റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം 1 and 2, 3 and 4, 5 and 6, 7 and 8, 9 and 10. തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടെ അസംബിൾ ചെയ്യാം. ഇയേഴ്സും ടെയിലും.
ഇപ്പോൾ നമ്മുടെ ഡോഗ് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ നോസ് ബ്ലാക്ക് കളർ യാൺ വെച്ചിട്ട് ജസ്റ്റ് ഹാൻഡ് എംബ്രോയിഡറി ആയിട്ട് ചെയ്ത് കൊടുത്തത്. ഒരു ഐബ്രോസും കൂടി വെച്ച് കൊടുത്തു. പിന്നെ ഇതുപോലെ ഒരു സാറ്റിൻ റിബൺ ജസ്റ്റ് കെട്ടി കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ബാക്ക് സൈഡിൽ നമ്മുടെ ടെയിലും അറ്റാച്ച് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.